ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലേക്കാണ് ഫ്രണ്ട്സ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ നാലാളും പോകുന്നത്. ഞങ്ങൾ ബോട്ടിൽ കയറണം പറഞ്ഞിട്ടാണ് ഫ്രണ്ട്സ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ അടിപൊളി കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് 4 പേർക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിൽ പോയിട്ടാണ് ഉച്ചക്കത്തെ ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നല്ല രസമായിരുന്നു ഫ്രണ്ട്സ് കാണാൻ. അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബോട്ടിലൊക്കെ കയറാൻ പോയത്. അപ്പോൾ ഞാനും വാവച്ചിയും ഒരേ ഡ്രസ്സ്, പിന്നെ ചാച്ചും കുഞ്ഞാനും ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഇത്തിരി റെസ്റ്റ് എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ബോട്ടിൽ കയറി. ഒരാൾക്ക് 100 രൂപയായിരുന്നു ടിക്കറ്റ്. അവിടെ നിന്ന് ഞങ്ങളൊരു സിനിമാ നടീനെ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നതൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് ബോട്ടിലൊക്കെ കയറിയത്. അപ്പോൾ കുഞ്ഞാനിക്കും വാവച്ചിക്കും പൈസ വേണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ബോട്ടിൽ കയറി, പിന്നെ ആ ബോട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ പറഞ്ഞപ്പോൾ വേറൊരു ബോട്ടിൽ കയറി. ഞങ്ങൾ ആദ്യം പേടിച്ചു ബോട്ടിൽ പോകുന്നതുകൊണ്ട്. ഞങ്ങൾ നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു. ബോട്ടിലൊക്കെ നിങ്ങൾ പോകണം. ഞങ്ങൾക്ക് ഫസ്റ്റ് പേടിയുണ്ടായിരുന്നു, പിന്നെ സന്തോഷമായി. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായിട്ട് ബോട്ടിൽ കയറുന്നത്. ഞങ്ങൾ ബോട്ടിലൊക്കെ യാത്ര ചെയ്തപ്പോൾ അറേബ്യൻ സീ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ദൂരത്തുനിന്ന് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അത്ര അടുത്തൊക്കെ കൊണ്ടുപോയിട്ട്, അത്ര അടുത്ത് എന്നല്ല, കുറച്ച് ദൂരം, ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ആദ്യമായിട്ട് പോണ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. എല്ലാവരും ഓൾമോസ്റ്റ് പോയിട്ടുണ്ടാകും. ഫ്രണ്ട്സ്, ഞങ്ങൾ ബോട്ടിൽ കയറുകയാണ്. അപ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റോടെ തന്നെ കയറിയിട്ടുള്ളത്, ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ബോട്ടിൽ കയറി, പിന്നെ അതിൻ്റെ അതേപോലത്തെ വേറൊരു ബോട്ടിലാണ് പിന്നെ കയറിയിട്ട് നമ്മൾ പോയത്. അപ്പോൾ ആദ്യം വന്നിട്ട് അവർ പറഞ്ഞു ഒരു സൈഡിന് നിൽക്കണ്ട, 2 സൈഡായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ ബോട്ട് ഒരു സൈഡിലേക്ക് താഴും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് പേടിച്ചിട്ട് അതുപോലത്തൊക്കെ നിന്നു. അപ്പോൾ ഞങ്ങൾ നല്ല സന്തോഷമായിരുന്നു ഫ്രണ്ട്സ്. നല്ല അടിപൊളിയായിരുന്നു. താഴെ ഇരിക്കുക, മേലെ ഇരിക്കുക. ഞങ്ങൾ ആദ്യം ഇത്തിരി താഴെ ഇരുന്നു, പിന്നെ ഇത്തിരി മേലെ ഇരുന്നു ഫ്രണ്ട്സ്. ആദ്യം കയറുമ്പോൾ ബോട്ടൊക്കെ തന്നെ ഇളകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് പേടിയായി, നല്ല പേടിയായിരുന്നു. പിന്നെ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര സേഫ്റ്റി ആയിട്ട് തന്നെ പോയിട്ടുള്ളത്. നല്ല കാറ്റുണ്ടായിരുന്നു. പാലക്കാട് നല്ല ചൂടത്ത് പിന്നെ ഇങ്ങനെ കാറ്റ് കൊണ്ടപ്പോൾ നല്ല ആശ്വാസമായിരുന്നു ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി ഫ്രണ്ട്സ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഗായ്സ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു കയറിയപ്പോൾ തന്നെ. ഞങ്ങൾ വേഗം അവിടെ പോയി ഇരുന്നു. പിന്നെ നിൽക്കാനൊക്കെ ഞങ്ങൾ നല്ല ഇഷ്ടമായിട്ടാണ് ഫ്രണ്ട്സ് അവിടെ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ഇരുന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളൊരു ഭാഗത്ത് സൈഡ് ഇരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഇവിടുത്തെ ആദ്യത്തെ കാഴ്ചയൊക്കെ ഒന്ന് ബോട്ടിലിരുന്ന് കാണാമായിരുന്നു. നല്ല രസമായിരുന്നു ഫ്രണ്ട്സ് കാണാനും. ഫ്രണ്ട്സ്, കാറ്റിനോടൊപ്പം വെയിലും ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. പാലക്കാടിന് അത്ര വെയിൽ തോന്നിയില്ല കേട്ടോ ഫ്രണ്ട്സ് എന്തായാലും. അപ്പോൾ കാറ്റുള്ളത് കൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ ബോട്ടിൽ പോണത് കൊണ്ട് കാറ്റടിച്ചിട്ട്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ആദ്യം ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ പേടിച്ചിങ്ങനെ ഇളകണ കണ്ടപ്പോൾ പിന്നെ വെള്ളം ആയതുകൊണ്ട് പേടിയില്ല ഫ്രണ്ട്സ്. അപ്പോൾ പക്ഷേ ഇത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ചെറിയൊരു പേടി. ആ പേടിയൊക്കെ അവസാനം മാറി. ബോട്ടിൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ പോകാൻ തോന്നി ഫ്രണ്ട്സ്. പക്ഷേ 1.5 മണിക്കൂറൊക്കെ പോയത് എങ്ങനെ പോയി നിന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഫോണിൽ അത്ര ക്ലിയർ ഉണ്ടായിരുന്നില്ല, എന്താ വെച്ചാൽ അത്ര കാറ്റായിരുന്നു ഫ്രണ്ട്സ് അവിടെ. അതുകൊണ്ട് കാറ്റും കൊണ്ടിട്ട് പോകാൻ നല്ല രസമായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഇനിയും വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മറൈൻ ഡ്രൈവിൻ്റെ തന്നെ റിസോർട്ട് പോലത്തെ ഉണ്ടായിരുന്നു. ഇത് ലുലു മാളിലേക്ക് എന്തോ പെട്ടിട്ടാണെന്നൊക്കെ അപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തോ ഫംഗ്ഷൻ ആയിരുന്നു ഫ്രണ്ട്സ്. ഞങ്ങളൊന്ന് ഞങ്ങൾ ബോട്ടിൽ കൂടെ പോകുമ്പോൾ കണ്ടാണ്. അപ്പോൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ബോട്ടിൽ കൂടെ തന്നെ ഒക്കെ കണ്ടു. പിന്നെ ഇങ്ങനെ കപ്പലൊക്കെ വലുതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാം അത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു അങ്കിൾ ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ ആ റിസോർട്ട് നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ പോയി ഫ്രണ്ട്സ്. അടിയിൽ ഇങ്ങനെ വീട് ഫ്ലാറ്റ് പോലെ പിന്നെ ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ വേറെ ബോട്ടും കണ്ടു. പക്ഷെ പാട്ട് വെക്കണമെന്ന് ചോദിച്ചു, ഞങ്ങൾ വേണ്ട പറഞ്ഞു. അപ്പോൾ എല്ലാവരും വേണ്ട പറഞ്ഞപ്പോൾ ഞങ്ങളും വേണ്ട പറഞ്ഞു.
അപ്പോൾ പാട്ട് വെക്കണേക്കാളും അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് പോകാൻ നല്ല രസമല്ലേ പറഞ്ഞിട്ട് പിന്നെ പാട്ട് വെക്കണമെങ്കിൽ നമ്മൾ തന്നെ ഫോൺ കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വേണ്ടാന്നും പറഞ്ഞു. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് വലിയ കപ്പൽ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഞങ്ങളതൊക്കെ കണ്ടു ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ എടുത്താൽ എന്തായാലും നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ യൂട്യൂബിൽ ഇടണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ വീഡിയോ എടുത്തു. അപ്പോൾ കുഞ്ഞാനും ചാച്ചും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഇരുന്നിട്ടൊരു മുക്കിൽ. അപ്പോൾ നമ്മൾ AC ബോട്ടൊക്കെ കണ്ടു. AC ബോട്ടിൽ നമ്മൾ കയറിയില്ല. അപ്പോൾ തൽക്കാലത്ത് നമ്മൾ ഒരു ബോട്ടിലാണെങ്കിൽ കയറിയാൽ മതി എന്നായിരുന്നു. പിന്നെ അതിലൊക്കെ ആൾക്കാരായിരുന്നു. പിന്നെ അത്ര AC ബോട്ട് ഉണ്ടായിരുന്നില്ല. ഈ കപ്പലിൻ്റെ ക്യാപ്റ്റനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ നമ്മളുടെ അടുത്ത് കൂടിയായിരുന്നു ബോട്ടും കൊണ്ട് വന്നിട്ട് ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട്സ്, ഞങ്ങൾ ആദ്യമായിട്ടാണ് വലിയ കപ്പൽ ഇങ്ങനത്തെ കാണുന്നത്. ഇതിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ എന്താ വിചാരിച്ചു. ആവച്ച് വണ്ടി എന്ന് പറഞ്ഞത് അത് വന്നിട്ട് ഇങ്ങനെ ഈ കപ്പലിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ബോട്ടല്ല ബൈക്കൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അവൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അവൾക്ക് നേരെ പറയാൻ കിട്ടിയില്ല. ചരക്ക് കയറ്റണ പോലത്തേക്കായിരുന്നു. എന്താ സാധനം എന്നൊന്നും നമുക്കറിയില്ല. വലിയ ഒരു ഷിപ്പായിരുന്നു. 2 എണ്ണം കണ്ടു. 2 കപ്പൽ കണ്ടു ഫ്രണ്ട്സ്. നല്ല വലുതായിരുന്നു അതൊക്കെ. ഈ കായലിൻ്റെ ഉള്ളിലേക്ക് പോകണത് നല്ല ആഴമൊക്കെ കാട്ടിയിട്ടുണ്ട് ആ ബോട്ടിൽ. അവസാനം ആ റെഡ് കളർ പകുതിയായി ഫ്രണ്ട്സ്. എത്രത്തോളം ഇങ്ങനെ ചരക്ക് കെട്ടുന്ന അത്രത്തോളം താഴ്ന്ന് പോകണമെന്നൊക്കെ കണ്ടു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്നവർ. ഈ ഒരു ബോട്ട് ചിലപ്പോൾ 1 വർഷമായിരിക്കും തിരിച്ചു വരാൻ, 6 മാസം ഒക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ആലുവയിലൊക്കെ ഉള്ള ബോട്ട് പോലത്തെ ആയിരുന്നു. അപ്പോൾ ഈ കായൽ ഞങ്ങൾ ആദ്യം കടലാണ് കായൽ എന്നൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇതിനെ. മേലെ ഇരുന്ന് മതിയായപ്പോൾ ഞങ്ങൾ നേരെ താഴേക്ക് വന്നു. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ വെള്ളമൊക്കെ കുടിക്കാൻ താഴ്ചപ്പോൾ താഴെയാണ് വെള്ളം പറഞ്ഞപ്പോൾ വന്നു. അപ്പോൾ എല്ലാവരും കൂടെ വന്നു. അപ്പോൾ ഞങ്ങളിത് 4 ആളും കൂടെ താഴെ ഇരുന്നാണ് ബാക്കിയുള്ള കാഴ്ച തിരിച്ചു പോകുന്നത് കണ്ടത്. അപ്പം താഴെ ഇരുന്നപ്പോഴാണ് ഫ്രണ്ട്സ് ഒത്തിരിയും കൂടെ നന്നായി കണ്ടത്. പക്ഷേ ഇത്തിരി നേരം ഞങ്ങൾ താഴെ ഇരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ 4 ആളും ഇങ്ങനെ മുട്ടുകുത്തി നിന്നിട്ട് കണ്ടു ഫ്രണ്ട്സ്. അപ്പോൾ ഒരുപാട് നല്ല അടുത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റി. വെള്ളമൊക്കെ തൊടാം, പക്ഷേ വെള്ളം അങ്ങനെ തൊടണ്ട പറഞ്ഞു അവർ. അപ്പോൾ ഇവിടെ താഴെ നിന്ന് പാട്ടൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾ വേണ്ട പറഞ്ഞു. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ കണ്ടത് തന്നെ തിരിച്ച് വരുമ്പോഴും കണ്ടു ഫ്രണ്ട്സ്. നമ്മൾ നമ്മളുടെ 2 മണിക്കൂർ 1.5 ബോട്ട് യാത്ര കഴിഞ്ഞു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇത്തിരി നടക്കാൻ പോവുകയാണ്. പിന്നെ അവിടെ നിന്ന് ഇത്തിരി വല്ല ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ഇത്തിരി ഫോട്ടോസും എടുത്തു. അപ്പോൾ അത് നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പാർക്ക് പോലെ ഉണ്ടായിരുന്നു. 2 പാർക്കുണ്ട്. പക്ഷേ 2 പാർക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നല്ല വലിയ പാർക്കായിരുന്നു ഫ്രണ്ട്സ്. കുറേ കളിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ റോട്ടിൽ നിന്ന് വരുമ്പോൾ കണ്ടു, പക്ഷേ പോകാൻ പറ്റിയില്ല. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ബോട്ടിൽ കണ്ടില്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സിനിമാ നടീനെ കണ്ടു പറഞ്ഞ ഫ്രണ്ട്സ്. അത് ആരാണെന്ന് നല്ല പറയാം. അപ്പോൾ ഞങ്ങൾ ജ്യൂസ് കുടിക്കുമ്പോഴാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിലാണ് നിന്ന് കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കാറ് പാർക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, മാളൊക്കെ ഉണ്ടായിരുന്നു. സിനിമാ നടി വന്നിട്ട് പൂർണിമ ഇന്ദ്രജിത്ത് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവൻ്റെ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവരൊന്നും പറഞ്ഞില്ല, എടുത്തോളൂ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിനെ സെൽഫി എടുത്തിട്ട് ജ്യൂസ് കുടിച്ചു. അവിടെ അവർ വരുന്നത് ഉമ്മ ദൂരത്ത് നിന്ന് വീഡിയോ എടുത്തു. അപ്പോൾ ഞങ്ങൾ കുലുക്കി സോഡയെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ഫ്ലേവറായിരുന്നു. ഞാനും ചാച്ചും വാച്ചിയും കുഞ്ഞാനെയും ബ്ലൂബെറിയും ബ്ലാക്ക് കറൻറ്റ് അങ്ങനത്തെ ഒരു ഫ്ലേവർ എടുത്തത്. ആപ്പിളാണ് വാപ്പ എടുത്തത്. അപ്പോൾ പിന്നെ ഉമ്മയും മമ്മിയൊക്കെ മാംഗോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മമ്മിയും ഞങ്ങളുടെ പോലത്തെ ഫ്ലേവർ. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരുടെയും വാങ്ങിച്ച് കുടിച്ചൊക്കെ നോക്കി. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മറൈൻ ഡ്രൈവ് യാത്ര അവസാനിക്കുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ബൈ.